കേരളത്തിന്റെ കപ്പൽ നിർമ്മാണ മേഖലയെ ചൊല്ലി നിയമസഭയ്ക്കകത്തും പുറത്തും പുകഞ്ഞുയർന്ന വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് ഇപ്പോൾ ഒരു അപ്രതീക്ഷിത തിരുത്തലുകളോടെ പുതിയൊരു ക്ലൈമാക്സ് കുറിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിദേശ മാധ്യമത്തിന് നൽകിയ 10,000 കോടിയുടെ ഒരു നിക്ഷേപ പ്രഖ്യാപനം ടാറ്റ നിഷേധിച്ചുവെന്ന കള്ളപ്രചരണവുമായി സർക്കാരിനെ പൂട്ടാൻ ഇറങ്ങിപ്പുറപ്പെട്ട CPM-ന് ഇരട്ടപ്രഹരം നൽകിക്കൊണ്ട് UDF-ന്റെ എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ വ്യവസായ വകുപ്പ് മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടി നേരിട്ട് കളം നിറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കിയ CPM കോട്ടകളുടെ നെഞ്ചകം തകർക്കുന്ന വളരെ കൃത്യമായ തെളിവുകളുമായാണ് കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടെ വളരെ കൃത്യമായി പറഞ്ഞാൽ ജൂൺ 29-ന് ടാറ്റ എൻ്റർപ്രൈസസ് CEO ശശാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഔദ്യോഗികമായി അപ്പോയിൻമെൻറ്റ് വാങ്ങി മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും നേരിൽ കണ്ടിരുന്നു എന്ന ബോംബാണ് കുഞ്ഞാലിക്കുട്ടി പൊട്ടിച്ചത്. വെറും വാക്കിലൊതുക്കാതെ ചർച്ചയുടെ നിർണായക ചിത്രങ്ങളും പുറത്തുവിട്ടതോടെ സർക്കാരിനെതിരെ അവിശ്വാസത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാൻ നോക്കിയ CPM സൈബർ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് നിശബ്ദമായി. എന്നാൽ ഈ ചർച്ചയുടെ ഉള്ളറകളിലേക്ക് കുഞ്ഞാലിക്കുട്ടി വിരൽ ചൂണ്ടിയപ്പോഴാണ് CPM-ന്റെ ഇരട്ടത്താപ്പും ഭരണപരാജയവും കൂടുതൽ നഗ്നമായി പുറത്തു വന്നത്. കൊച്ചി കണ്ടെയ്നർ ടെർമിനലിന് സമീപം മലബാർ സിമൻസിൻ്റെ ഭൂമിയിൽ 300 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ സന്നദ്ധത അറിയിച്ചിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ച ധാരണാപത്രം പൊടി തട്ടിയെടുക്കുക മാത്രമാണ് ചെയ്തത്. അതായത് കഴിഞ്ഞ ഭരണകാലത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കാനോ ഒപ്പുവെച്ച കരാറുകൾ നടപ്പാക്കാനോ കഴിയാതെ നിക്ഷേപകരെ വിരട്ടിയോടിച്ച CPM അല്ലെങ്കിൽ പിണറായി വിജയൻ പുതിയ UDF സർക്കാർ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അസൂയ പൂണ്ട് രംഗത്തെത്തുകയായിരുന്നു. അതാണ് വ്യക്തമായത്. ഒരു കോർപ്പറേറ്റ് കമ്പനി മാത്രമായി 10,000 കോടിയുടെ കരാർ ഉറപ്പിച്ചു എന്നല്ല, മറിച്ച് കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് സംസ്ഥാനം ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപ സാധ്യതയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്ന് അടിവരയിട്ടതോടെ പ്രതിപക്ഷത്തിൻ്റെ ആയുധങ്ങളുടെ മൂർച്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൂടാതെ PM ശ്രീ അടക്കം ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും വഖഫ് ബോർഡ് വിഷയത്തിലും UDF ഭിന്നതയുണ്ടാക്കാൻ നോക്കിയ പ്രതിപക്ഷ ശ്രമങ്ങളെ ഇതൊക്കെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് എന്നൊറ്റ വരിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ടാറ്റ വിവാദത്തിൽ വളരെ കൃത്യമായ തെളിവുകളോടെ P.K. കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഈ കൗണ്ടർ സ്ട്രോക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം സർക്കാരിനെതിരെ തിരിയാൻ നോക്കിയ CPM-ന്റെ രാഷ്ട്രീയ അജണ്ടകളെ പാടെ തകിടം മറിച്ചിരിക്കുകയാണ്. വികസനത്തിൻ്റെ പുതിയ പാതയിലേക്ക് UDF സർക്കാർ കുതിക്കുമ്പോൾ അസൂയയും കുപ്രചരണങ്ങളുമായി പിന്നിൽ നിന്ന് വലിക്കാൻ നോക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത്.